ഹലോ! അങ്ങനെ ദാ ഇത് നമ്മുടെ സെക്കൻഡ് ഫാമിലി വ്ളോഗാട്ടോ. ഈ സെക്കൻഡ് വ്ളോഗിൽ നമ്മളിപ്പോൾ ആദ്യമായിട്ട് ഫാമിലിയായിട്ട് വന്നത് മാജിക് പ്ലാനറ്റിലാണ്. ഈ ഒരു ഡേ അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു. കാരണം പണ്ട് ഞാൻ സ്കൂളിലൊക്കെ ഉണ്ടായിരുന്ന ടൈമിൽ വെക്കേഷനൊക്കെ ഞാൻ മാജിക് പ്ലാനറ്റിൽ പോയിട്ടുണ്ട്. സ്കൂൾ വെക്കേഷന് മാത്രമല്ല, സ്കൂൾ ട്രിപ്പും മാജിക് പ്ലാനറ്റ് തന്നെയായിരുന്നു. അപ്പോഴൊക്കെ ഒരുപാട് മജീഷ്യൻസും മാജിക്കും ഒക്കെ കണ്ടിട്ട് വാവ് എന്നായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പണ്ടേ തൊട്ട് മാജിക് പ്ലാനറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതായത് നമ്മൾ ഫാമിലി ആയിട്ട് മാജിക് പ്ലാനറ്റിലോട്ട് പോയിരിക്കുക. ഇവിടെ ഇപ്രാവശ്യം ഞാൻ മാജിക് പ്ലാനറ്റിൽ പോയപ്പോൾ ഭയങ്കര ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം ഇവിടെ മജീഷ്യൻസ് മാത്രമല്ല, വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. മാജിക് മാത്രമല്ല, വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആൻഡ് ആ ഒരുപാട് കാര്യങ്ങൾ എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായിരിക്കും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഈ കുട്ടികളെ കണ്ടോ? ഈ കുട്ടികൾ ഇവിടെ വർക്ക് ചെയ്യുന്ന കുട്ടികളാട്ടോ. ഇവർ ഭയങ്കര ടാലൻറ്റഡ്. ഇതൊക്കെ ഇവർ വരച്ചതാണ്. നേരത്തെ നിങ്ങൾ കണ്ടത് പാട്ടാണ്. ഈ കുട്ടി ഒരു സിംഗറാണ്. നിങ്ങൾ വിചാരിക്കും എന്താ ഇത്ര പ്രത്യേകത എന്ന്. ബിക്കോസ് ഈച്ച് വൺ ഓഫ് ദം ഇസ് ഡിഫറെൻ്റ്ലി ഏബിൾഡ്. ലൈക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടുന്നത്. കാരണം ഈ കുഞ്ഞുങ്ങൾ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആണെങ്കിലും അവരുടെ ടാലൻറ്റ് ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ്. ലൈക്ക് അവർ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആണെന്ന് നമുക്ക് തോന്നില്ല. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് അവരുടെ ടാലൻറ്റ് ഈ മാജിക് പ്ലാനറ്റ് ഷോക്കേസ് ചെയ്തിരിക്കുന്നത്. പാട്ടായാലും ഡാൻസ് ആയാലും ഈ വാൾസ് മൊത്തം ഈ കുട്ടികൾ വരച്ചതാണ്. കണ്ടോ? ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. കാരണം ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളൊരു കുട്ടിയാണിത് വരച്ചിരിക്കുന്നതെന്ന് പോലും നമുക്കത് മനസ്സിലാവില്ല. അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് ആ കുട്ടികൾ വരച്ചിരിക്കുന്നത്. ലൈക്ക് അപ്പം ഞാനൊക്കെ ആലോചിക്കും, ഞാൻ ഇത്രയും കഴിവുണ്ടായിട്ടും ലൈക്ക് അങ്ങനെയല്ല, കഴിവുണ്ടായിട്ടും അല്ല, ലൈക്ക് നമ്മളൊക്കെ എന്ത് ലക്കിയാണെന്നായിരിക്കും. ഈ കുട്ടികൾ ലക്കി അല്ല എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത് അവർ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടും അവരുടെ ടാലൻറ്റ് ഭയങ്കര ബ്രില്യൻ്റ് ആണെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ കുറേ മാജിക് ഷോസൊക്കെ കഴിഞ്ഞു. ഫാമിലിയുടെ കൂടെയൊക്കെ സ്പെൻഡ് ചെയ്തു. ഫുൾ മാജിക് പ്ലാനറ്റ് ഇങ്ങനെ കറങ്ങി ഫുഡൊക്കെ അടിച്ച് നമ്മൾ നെക്സ്റ്റ് മജീഷ്യൻ്റെ അടുത്ത് പോകും. ഈ മജീഷ്യൻ്റെ പേര് ഞാൻ മറന്നുപോയെങ്കിലും പുള്ളിക്കാരൻ്റെ മാജിക് അടിപൊളിയായിരുന്നു കേട്ടോ. ഈ പുതപ്പിൻ്റെ ഉള്ളിൽ പുള്ളിക്കാരൻ ഒരു മാങ്ങയുടെ മരം ഉണ്ടാക്കും. നമ്മളൊക്കെ കണ്ട് അന്തം വിട്ടുപോയി. പക്ഷേ ഞാൻ ഇത് ഫസ്റ്റ് ടൈം അല്ല കാണുന്നത്, എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. അങ്ങനെ നമ്മളൊരു ഇൻ്റർനാഷണൽ മജീഷ്യൻ്റെ ഒരു ബിഗ് മാജിക് ഷോ ആട്ടോ ഇത് കാണുന്നത്. പുള്ളിക്കാരന് ഒരുപാട് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ മാജിക്കൊക്കെ കണ്ട് എന്താ പറയുക, വാവ് എന്നൊക്കെ ആയിട്ട് ദർശികമാമി കുറേ റിവ്യൂ ഒക്കെ പറയുന്നുണ്ട്. പുള്ളിക്കാരി ഗൾഫിലാണ് ജീവിക്കുന്നത്. അങ്ങനെ ട്രിവാൻഡ്രം വെക്കേഷൻ എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ച് പുള്ളിക്കാരി നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അവസാനം നമ്മളൊരു മാജിക് പ്ലാനറ്റിലെ അവസാനത്തെ ഷോ വാസ് സർക്കസ് എന്ന് പറയുമ്പോൾ മണിപ്പൂരി സർക്കസ് ആട്ടോ. അതും ബ്രില്യൻ്റ് ആയിരുന്നു. നമ്മൾ ഒരുപാട് എൻ്റർടൈൻ ചെയ്തു. പക്ഷെ സമയം ലിമിറ്റ് ആയതിനാൽ നമുക്ക് ബാക്കി മജീഷ്യൻസ് ഒന്നും കാണാൻ പറ്റിയില്ല. അവർ പറഞ്ഞത് നെക്സ്റ്റ് ഡേ വന്നാൽ കാണാമെന്ന്. പക്ഷേ നെക്സ്റ്റ് ഡേ നമുക്ക് പോകാൻ പറ്റിയില്ല. നെക്സ്റ്റ് ഡേ നമ്മൾ വന്നിരിക്കുന്നത് ലീല ഹോട്ടൽ റാവിസിൻ്റെ സെക്കൻഡ് ഹോട്ടലാണ്. അത് കൊല്ലത്ത് അഷ്ടമുടി കായലിലാണ് കേട്ടോ. ഈ ഹോട്ടലും അടിപൊളിയാണ്. ആൻഡ് ഡിഫറൻസസ് മറ്റേത് ക്ലിഫിലാണെങ്കിൽ ഇത് എന്താ പറയുക, കായലിൻ്റെ അടുത്താണ്. കായൽ അല്ല, റിവറോ കായലോ മനസ്സിലായില്ലേ, അതിൻ്റെ അടുത്താണ്. ആൻഡ് എവറിത്തിങ് വാസ് പെർഫെക്റ്റ്, എവറിത്തിങ് വാസ് ബ്യൂട്ടിഫുൾ. ഞാനിപ്പോൾ നിൽക്കുന്നത് അതിൻ്റെ എൻട്രൻസിലാണ്. അതിൻ്റെ എൻട്രൻസിൽ തന്നെ ഒരു കുഞ്ഞൊരു കുളമുണ്ട്. അവിടെ മൊത്തം മീൻ ഇങ്ങനെ ചുറ്റിക്കറങ്ങിയിരിപ്പുണ്ട്. അത് ഞാൻ വന്നപ്പോൾ തന്നെ ഒരു പാറ്റേണായി. ഇനി ശല്യം വന്നിരിക്കുന്നു എന്നാണോ എന്ന് പോലും അറിഞ്ഞൂടാ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ റിസോർട്ടൊക്കെ ഇങ്ങനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുകയാണ് കേട്ടോ. മറ്റേത് ബീച്ചും സ്വിമ്മിംഗ് പൂളും ആണെങ്കിൽ ഇതിപ്പോൾ കായലും സ്വിമ്മിംഗ് പൂളാണ്. ഓക്കെ, കായലാണോ എന്ന് എനിക്ക് ഡൗട്ടാണ്. നിങ്ങൾ തിരുത്തുന്നെങ്കിൽ തിരുത്തിക്കോ. അക്കുചേട്ടൻ എന്തൊക്കെയോ കോമാളിത്തരം കാണിക്കുന്നുണ്ട്. ഇതൊക്കെ പ്ലേ ഏരിയ കേട്ടോ. ഒരുപാട് പ്ലേ ഏരിയാസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പൂൾ ടേബിളാണ്. കുട്ടികൾക്കും വലിയവർക്കും കളിക്കാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ഞാൻ ഫുൾ എക്സ്പ്ലോറിങ് ആയിട്ട് ഇങ്ങനെ ഹോട്ടലിൽ നടന്ന് പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് വാഷ്റൂം കണ്ടത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വാഷ്റൂം എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. കാരണം ഒരു മിറർ സെൽഫി എടുക്കാതെ എനിക്ക് പുറത്തിറങ്ങാനേ പറ്റത്തില്ല. അങ്ങനെ നമ്മുടെ റിയ ബേബിക്കും ഋതുപർണ ബേബിക്കും ഉള്ള പ്ലേ ഏരിയയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അവർക്ക് കുറച്ച് എൻജോയ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മളിതാ സ്വിമ്മിംഗ് പൂളിലോട്ട് കടക്കാൻ പോവുകയാണ്.
അങ്ങനെ സ്വിമ്മിംഗ് പൂളിലെ ഡ്രസ്സൊക്കെ മാറ്റി സ്വിമ്മിംഗ് പൂളിൽ കയറി നമ്മൾ അവിടെ ഒരുപാട് നേരം ടൈം സ്പെൻഡ് ചെയ്തു. സ്വിമ്മിംഗ് പൂൾ കണ്ടാൽ പിന്നെ എന്താ വേറെ ലോകത്തെത്തിയ പോലെ, പിന്നെ ഒന്നും നോക്കില്ല, ഒറ്റ ചാട്ടമാണ്. എനിക്ക് സ്വിമ്മിംഗ് പൂളിൽ എനിക്ക് സ്വിം ചെയ്യാൻ അറിയില്ലെങ്കിലും സ്വിമ്മിംഗ് പൂളിൽ ചുമ്മാ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലൈവായിട്ട് എൻ്റെ കസിൻസ് എന്നെ പൂളിൽ എറിയുന്നതാണ്. ഇതിൻ്റെ ആഫ്റ്റർ വീഡിയോ ഞാൻ കാണിക്കുന്നില്ല, ബിക്കോസ് ഞാൻ അവസാനം സ്പാ ചെയ്ത് നടു തടവേണ്ട അവസ്ഥയായി. അങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ പോയോണ്ടാണോ എന്ന് എനിക്കറിഞ്ഞൂടാ, ഭയങ്കര വിശപ്പായിരുന്നു. ആൻഡ് ഫുഡൊക്കെ ഭയങ്കര ടേസ്റ്റായിരുന്നു. ലൈക്ക് അതുകൊണ്ടൊന്നുമല്ല കേട്ടോ, ഫുഡ് ഓൾറെഡി ഭയങ്കര ടേസ്റ്റാണ്. ഇങ്ങനെ ഞാൻ മനോഹരമായ ഫ്രെയിം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുളമാക്കാനായിട്ട് പൃഥ്വി വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ റിസോർട്ടിലേക്ക് കൂടി ഒന്ന് ചിൽ ചെയ്യാൻ വേണ്ടി എല്ലാവരും ഇറങ്ങി. നമ്മളിപ്പോൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ഒരു 1 day ടൂറാണ്. അതായത് ബൊഫേ, അതായത് ഫുഡും ബോട്ടിങ്ങും സ്വിമ്മിംഗ് പൂളും നിങ്ങൾക്ക് ആക്സസിബിളാണ്. പിന്നെ റിസോർട്ട് മൊത്തം ചുറ്റിക്കറങ്ങാനും ആക്സസിബിളാണ്. അപ്പോൾ ഒരു വലിയ തിരക്കേടില്ലാത്ത ഒരു എമൗണ്ട് ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം ഇവിടെ വരാൻ. അങ്ങനെ നമ്മൾ ബോട്ടിങ്ങിൽ കയറി അങ്ങനെ അവിടുത്തെ വ്യൂ ഒക്കെ എൻജോയ് ചെയ്യുകയാണ്. ബോട്ടിംഗ് ഒക്കെ അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നു ഇവിടെയും നിങ്ങൾക്ക് എന്താ പറയുക, ഹൗസ് ബോട്ടല്ലേ, അപ്പോൾ ഇവിടെയും നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാം. അങ്ങനെ നമ്മളത് ആ ബോട്ടിൽ നിന്ന് കുറേ ഫോട്ടോസും എസ്തറ്റിക് വീഡിയോസും ഒക്കെ എടുത്തു. വീഡിയോ എനിക്ക് എടുത്തു തരുന്നത് എൻ്റെ അളിയനായ അക്കുചേട്ടനാണ്. എനിക്ക് ക്രെഡിറ്റ് തന്നില്ല എന്ന് എൻ്റെ അടുത്ത് പറയരുത്. അങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. നമ്മളത് ആ ബോട്ടിലിങ്ങനെ ഓരോ കാഴ്ചകളും കണ്ടുകൊണ്ടിരിക്കുക. എന്ത് ഭംഗിയാണെന്നറിയോ ബോട്ടിലിങ്ങനെ പോകുമ്പോൾ. നല്ല ഉറക്കവും വരും, നല്ല ഫുഡൊക്കെ അടിച്ച് വയറൊക്കെ നിറഞ്ഞ് ഇങ്ങനെ ബോട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഉറങ്ങിപ്പോകും. നല്ല സുഖമാണ് അത്. കാരണം എനിക്കിങ്ങനെ ഫോണ് എന്താ പറയുക, പിടിച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല, ബോട്ട് തന്നെ മൂവ് ചെയ്യും. അങ്ങനെ ഈവനിങ് എല്ലാവരും ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. ഇപ്പോൾ റിയ ബേബി ഋതുപർണ ബേബിക്ക് വായിൽ വെച്ച് കൊടുക്കുന്ന ഫുഡ് വായിൽ വെച്ച് കൊടുക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഡിന്നറൊക്കെ അടിച്ച് പൊളിച്ച് ഡാൻസിലേക്ക് കിടക്കുകയാണ്. അങ്ങനെ ഫാമിലി മൊത്തം ഡാൻസും പാട്ടും ഗാനമേളയും എന്താ പറയുക അന്താക്ഷരിയും എല്ലാം കളിച്ച് എല്ലാവരും അടിച്ച് പൊളിക്കുകയാണ്. കാരണം ഫൈനൽ ഡേ ആണ്, ഇതോടെ ട്രിപ്പ് ഡേ കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും അവരവരുടെ വീട്ടിൽ പോകുന്ന ഒരു ഇതായി. ചെറിയൊരു സങ്കടം ഉണ്ടെങ്കിലും പക്ഷെ നമ്മൾ മാക്സിമം അടിച്ച് പൊളിച്ചിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഇനിയും സമയമുണ്ടല്ലോ, എല്ലാവർക്കും ഇനിയും കൂടാം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. ടേക്ക് കെയർ. ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.